ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചെമ്പരപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ പറയുന്നത്. നിലവിൽ നമ്മുടെ ചെമ്പരപ്പൂൽ രേവതിയുടെ സച്ചിയുടെയും കുടുംബ ബന്ധത്തിൽ വളരെയധികം ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. റൊമാൻസും കുറച്ചധികം ലവും എല്ലാം കൂടി കലർത്തിക്കൊണ്ട് നല്ല എപ്പിസോഡുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഇതെല്ലാം തകരുന്നതിന് വലിയ താമസമൊന്നും ഇല്ലാട്ടോ. അതായത് നമുക്ക് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് തന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെ ജീവിതത്തിലിടയ്ക്ക് ചെറിയ ചെറിയ വിള്ളലുകളൊക്കെ വീഴുന്നുണ്ട്. അതാരാണെന്നും അതെങ്ങനെ സംഭവിക്കുന്നും എല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നമ്മുടെ സച്ചിയുടെ രേവതിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഫോട്ടോയൊക്കെ ഹാളിൽ വെക്കണമെന്ന് സച്ചി അച്ഛനോടായിട്ട് പറയുന്നുണ്ടല്ലോ. രവിയാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ചന്ദ്രയ്ക്കാണെങ്കിൽ അത് തീരെ പിടിക്കുന്നില്ലല്ലേ. ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സമ്മതിക്കില്ല, എന്തിനാ ഇവർ ഫോട്ടോ തൂക്കുന്നത്, ഹാളിൽ വെറുതെ സ്ഥലം കളയാനാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാക്കി രണ്ട് മക്കളുടെ ഫോട്ടോ ഉണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ ഫോട്ടോ തൂക്കിയാൽ എന്താ കുഴപ്പം, ഇനി കണ്ടോ ഭിത്തി നിറച്ചു നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ ആയിരിക്കും ഞാൻ തൂക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി വിളിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ വർഷ മൊസ്കിറ്റോ സ്പ്രേ മേടിച്ചുകൊണ്ടെന്ന് വീട് ഫുള്ളും അടിച്ച് നമ്മുടെ രവിക്ക് സുഖമില്ലാതാകുന്നതും ഇത് ചെയ്തത് വർഷയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരുന്ന സച്ചി വർഷയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുന്ന കേട്ടോ. അപ്പൊ അതെല്ലാം ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മുടെ സച്ചി പിറ്റേന്ന് നേരം പുലർന്ന് കഴിയുമ്പോഴത്തേക്കും ഫോട്ടോ ഫ്രെയിം ചെയ്യാനായിട്ട് സ്റ്റുഡിയോയിലേക്ക് ചെല്ലുന്ന സമയത്ത് സച്ചി ഞെട്ടിക്കുന്നൊരു കാഴ്ച തന്നെ സ്റ്റുഡിയോക്കാരൻ കാണിച്ചെടുക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സച്ചി കല്യാണ ഫോട്ടോയുടെ കൂടെ തന്നെ നാട്ടിൽ പോയ സമയത്ത് മുത്തശ്ശിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ടല്ലോ, ആ ഒരു ഫോട്ടോയും കൂടെ ഫ്രെയിം ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റുഡിയോയിലുള്ള ആളിങ്ങനെ ഓരോ ഫോട്ടോയൊക്കെ സൂം ചെയ്ത് നമ്മുടെ ചന്ദ്രയുടെ അടുത്ത് വരുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇത് ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറ്റാരാവനാ, ഇതെൻ്റെ അമ്മ തന്നെയാണ് നമ്മുടെ സച്ചി മറുപടി പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിന്നൊരു വീഡിയോ കാണിച്ചുതരാം സച്ചി, ഞാൻ കുറച്ച് നാളായിട്ട് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിരുന്നതാണ്, പോലീസുകാരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ആരോടും തന്നെ പറഞ്ഞില്ല, പക്ഷേ ഇതിൻ്റെ അമ്മ ആയതുകൊണ്ട് തന്നെ ഞാൻ നിന്നൊരു വീഡിയോ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്റ്റുഡിയോയുടെ ആൾ ഒരു വീഡിയോ സച്ചിനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് മറ്റൊന്നുമില്ല, ചന്ദ്രയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്ന ഒരാളെ ശരത്താണെന്ന് അറിയുമ്പോഴത്തേക്കും സച്ചിക്ക് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയായി പോട്ടെ. കാരണം നമ്മുടെ രേവതിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ശരത്തിനെ കുറിച്ചുണ്ടല്ലേ. അതെല്ലാം തന്നെ നാട്ടിൽ പോയ സമയത്ത് രേവതി തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സത്യം വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ, ഒന്നാമത് രേവതിനെ കാണാൻ പാടില്ല, ചന്ദ്രയ്ക്ക് ഏത് സമയത്ത് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ശരത്താണ് ആ പണം മോഷ്ടിച്ചതെന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രേവതിക്ക് ആ വലിയ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് സച്ചിക്ക് അറിയാം. അത് മാത്രമല്ല, ഈ ഒരു വിവരം രേവതി അറിഞ്ഞു കഴിഞ്ഞാലോ രേവതിക്ക് ഇത് താങ്ങാനും ആവില്ല. സച്ചി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്തിനെ കണ്ട് സംസാരിക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും ആയിട്ടൊക്കെ ഒന്ന് ശ്രമം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി കോളേജിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് ശരത്ത് വന്നിട്ട് ദിവസങ്ങളായി എന്നൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും ശരത്തിനോടുള്ള ദേഷ്യം സച്ചിക്ക് ഇരട്ടിയാവുകയാണ്. അങ്ങനെ പലയിടങ്ങളിൽ അന്വേഷിച്ചിട്ടും ശരത്തിനെ കണ്ടു കിട്ടാതെ നിൽക്കുന്ന സമയത്താണ് ആന്റണിയുടെ കൂടെ പിരിവിനായിട്ട് ശരത്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പലിശ മേടിക്കാൻ വരുന്ന സമയത്ത് മഹേഷിന്റെ കയ്യിൽ പണമില്ല എന്നറിയുമ്പോഴത്തേക്കും മഹേഷിന്റെ ഭാര്യയെക്കുറിച്ച് മോശമായി തന്നെ ആന്റണി സംസാരിക്കുകയും ഇരുവരും തമ്മിൽ കയ്യേറ്റമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് തന്റെ ജീവനായി സ്നേഹിക്കുന്ന ആന്റണി ചായനെ വേറെ ആൾ കൈവയ്ക്കുന്ന കാണുമ്പോഴത്തേക്ക് ശരത്തിനെ സഹിക്കുന്നില്ല. ശരത്ത് വേഗം വന്ന് മഹേഷിനെ ഒരുപാട് തല്ലുന്നുണ്ട്. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. തല്ലുന്ന കാഴ്ചയും കൂടാതെ ശരത്ത് ചെയ്ത തെറ്റുകളും എല്ലാം ഓർക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം അടക്കാനാവുന്നില്ല കേട്ടോ. സച്ചി വേഗം തന്നെ ശരത്തിനെ മാറ്റി നിർത്തുന്നത്. ഈ സമയത്ത് ശരത്ത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ സച്ചിയുടെ കോളറിൽ കയറി പിടിക്കും കേട്ടോ. എന്നിട്ട് സച്ചിയായിട്ട് പറയുകയാണ്, ആന്റണി ചായൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചു നിൽക്കില്ല, അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി കോളറിൽ നിന്ന് ശരത്തിന്റെ കൈ പിടിച്ചതിന് ശേഷം കൈ പുറകിലേക്ക് മടക്കി വെച്ച് കൈ തിരിക്കുകയാണ്. തടയുന്നതിന് വേണ്ടിയിട്ട് ആന്റണി വരുന്ന സമയത്ത് ആന്റണിക്ക് കണക്കിന് കിട്ടുന്നുണ്ട്. മാത്രമല്ല മഹേഷും വരുന്ന സമയത്ത് മഹേഷിനോട് മാറി നിൽക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഉണ്ടി നീക്കുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും മഹേഷ് തന്നെയാണ് ശരത്തിനെ സച്ചിയുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നത്. ആ സമയത്ത് നമ്മുടെ ശരത്തിന്റെ കൈക്ക് നല്ല രീതിയിൽ തന്നെ ഇഞ്ചുറി സംഭവിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ശരത്ത് വേദന എടുത്ത് കരയുന്ന സമയത്താണ് രേണുവും അമ്മയൊക്കെ അറിയുന്നത് ശരത്തിന്റെ കൈ പാടില്ല എന്ന്. അപ്പൊ എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈക്കിൽ നിന്ന് വീണതാണെന്ന് ശരത്ത് കള്ളം പറയാൻ കേട്ടോ. അതിനുശേഷം രേണുവും അമ്മയും കൂടെ രേവതിയും കൂടെ കൂടിയിട്ടാണ് ശരത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും കൈക്ക് പ്ലാസ്റ്റർ ഇടുന്നതൊക്കെ. ഈ ഒരു സമയത്ത് സച്ചിനെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ സച്ചി തനിക്ക് ഓട്ടമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലിൽ സച്ചി വരാത്തതിന്റെ പേരിൽ സച്ചി വരുന്ന സമയത്ത് രേവതി ചെറിയ രീതിക്കൊക്കെ സച്ചിയോട് ദേഷ്യപ്പെടും, പിണങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പോലും സച്ചി ശരത്ത് ചെയ്ത തെറ്റുകളൊന്നും തന്നെ രേവതിയോടായിട്ട് തുറന്നു പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത്, ഇത് ബൈക്കിൽ നിന്ന് വീണ് സംഭവിച്ചൊരു അപകടമല്ല, ആരോ കൈക്ക് ബലമായി പിടിച്ചതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരത്തിനോടായിട്ട് രേവതി കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് സച്ചിനാണ് തന്റെ കൈ ഒടിച്ചെന്നുള്ള വിവരം ശരത്ത് തുറന്നു പറയുകയാണ്. അത് മാത്രമല്ല സച്ചിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാകത്തിനുള്ള കുറച്ചധികം കള്ളങ്ങളും കൂടിയിട്ട് ശരത്ത് പറയുകയാണ് കേട്ടോ. കാരണം ശരത്തായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയതില്ല, സച്ചി തന്നെയായിട്ട് വന്നിട്ട് കൈ ഒടിക്കുകയായിരുന്നു എന്ന രീതിക്കൊക്കെയാണ് ശരത്ത് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് നമ്മുടെ സച്ചിക്കെതിരായി മറ്റൊരു വില്ലനും കൂടി വരുന്നത്. അത് മറ്റാരുമല്ല നമ്മുടെ രേവതിയുടെ അനിയനായ ശരത്താണ് കേട്ടോ. അതിനുശേഷവും ശരത്ത് ഒരുപാട് ദ്രോഹങ്ങൾ സച്ചിയോടായിട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.